എൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന പരമകാരുണികനായ ദൈവത്തിനും ഇത്രയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. 2019 ഒക്ടോബർ 28 ഞാൻ ആദ്യമായി സാക്ഷ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ BMS ഡിഗ്രി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷം MD പഠനത്തിന് ചേർന്നിരുന്നു. ഫസ്റ്റ് ഇയർ MD എക്സാമിന് തൊട്ട് മുമ്പായിട്ട്, നവംബറിലായിരുന്നു എക്സാം, അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാനിവിടെ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് വന്നത്. ഫസ്റ്റ് ഇയർ എക്സാം അടുത്ത സമയത്ത് എനിക്ക് പഠനത്തിന് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരവസരത്തിലാണ് പെട്ടെന്ന് ഈ കൃപാസനം മാതാവിനെ പറ്റി കേൾക്കുകയും ഇവിടെ വരികയും ഉടമ്പടി നിയോഗങ്ങൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയും ചെയ്തത്. അന്ന് ഞാൻ ആദ്യം വെച്ചിരുന്ന ഒരു ഉടമ്പടി നിയോഗം എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ MD പഠനം പൂർത്തീകരിക്കുന്നതിനും ഫസ്റ്റ് ഇയർ എക്സാംസും ഫൈനൽ ഇയർ എക്സാംസും നന്നായി പഠിച്ച് പാസ്സാകുന്നതിനുള്ള ഒരവസരം നൽകണമെന്നുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആ സമയത്ത് ഫസ്റ്റ് ഇയർ ഈ എൻട്രൻസ് എക്സാം എഴുതി റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് 8.5 മാസത്തോളം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് കേരളത്തിന് പുറത്ത് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ അലോട്ട്മെൻറ്റിന് പോകേണ്ട ഒരു അവസരം വന്നു. പക്ഷേ എൻ്റെ ആ ഒരു അവസരം ഗർഭിണി ആയിരുന്നതുകൊണ്ടും എനിക്ക് ആ സമയത്ത് കൂടെ പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വന്ന് നിൽക്കാനായിട്ട് ആരും കുടുംബത്തിൽ വരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലാത്തതിനാലും എനിക്ക് ആ ഒരു അലോട്ട്മെൻറ്റിന് പോകാനായിട്ട് പറ്റാതെ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ മനോവിഷമത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ അമൃത മെഡിക്കൽ കോളേജിൽ അലോട്ട്മെൻറ്റിന് വിളിക്കുകയും എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെ ശല്യതന്ത്ര എന്ന സബ്ജക്റ്റിലാണ് ഞാൻ MD എടുത്തത്. പഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ അതിന് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയൊരു സാമ്പത്തികമായി ചിലവ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് സീറ്റിൽ പോകാൻ പറ്റാതിരുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടുകയും ചെയ്തതുകൊണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ലഭിച്ചതുകൊണ്ട് ഞാൻ അമൃത മെഡിക്കൽ കോളേജിൽ MD ശല്യതന്ത്രത്തിന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിന് ശേഷം ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് 2019 ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഫസ്റ്റ് ഇയർ എക്സാംസും ഫൈനൽ ഇയർ എക്സാംസും ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് നിയോഗം വെച്ചു. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ആ 3 വർഷ കാലയളവിലും വരുന്ന സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കണമെന്നും നിയോഗം വെച്ചിരുന്നു. അതിനുശേഷം കുറച്ച് തവണ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി. പക്ഷേ അതിനുശേഷം കോവിഡും കാര്യങ്ങളും വന്നതോടുകൂടി ബാക്കി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനത കൊണ്ടും ഈ പ്രാർത്ഥന മുടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2021 എൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടാൻ തുടങ്ങി. പഠനത്തിനും എൻ്റെ തീസിസ് സബ്മിഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ തീസിസ് ലേറ്റായി പോകുന്നു, അതിൻ്റെ സ്റ്റഡികൾ നടക്കുന്നില്ല, അതിന് കുറേ തടസ്സങ്ങൾ നേരിടുന്നു. അവസാനം അതൊരുവിധം എത്തിയെങ്കിലും ആ സമയത്തോടനുബന്ധിച്ച് കൃത്യം എനിക്ക് കഠിനമായ പനിയും ശാരീരിക പ്രശ്നങ്ങളും വരികയും മകൻ ആശുപത്രിയിൽ അതേ സമയത്ത് തന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ആ ദിവസം ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് വീട്ടിൽ വളരെ സങ്കടാവസ്ഥയിലായപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇവിടെ വന്ന്, എനിക്ക് പരീക്ഷാ സമയത്തുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ലായിരുന്നു, മാധവൻ്റെ അടുത്ത് വന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് ആ ദിവസങ്ങളിലൊന്നും എൻ്റെ പുസ്തകം തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മകന് സുഖമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. 1 വയസ്സുള്ള 3 വയസ്സോളമുള്ള കുഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവന് നോക്കിയിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കടുത്ത പനി, ചുമ നിർത്താൻ പറ്റുന്നില്ല. ആ ഒരു അവസരത്തിൽ പഠിക്കാനേ പറ്റിയില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ഏറ്റവും അത്ഭുതകരമെന്ന് പറയട്ടെ, ആ സബ്ജക്റ്റിൽ ഏറ്റവും അവിടെ ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് MD പാസ്സാവുന്നതിന് സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥല്ലാതെ ഒന്നുമല്ല. ഞാൻ അമ്മയുടെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് അവിടെ പോയി എക്സാം എഴുതിയത്. ആ സമയത്ത് കോവിഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എക്സാം കണ്ടിന്യൂസ് എഴുതുമ്പോഴത്തേക്ക് എനിക്ക് പേജിലുള്ള ഒന്നും കാണാൻ പറ്റാതാവും, ബ്ലേഡ് ആവുമായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻസിലെല്ലാം മാതാവ് എനിക്ക് എൻ്റെ കൂടെ നിന്ന് അത്ഭുതകരമായി ഉയർന്ന മാർക്കോടുകൂടി ടോപ്പറായിട്ട് തന്നെ അവിടുന്ന് പാസ്സാകാനായിട്ട് അവസരം തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഒരു അവിശ്വസനീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും
പൂർത്തീകരിക്കുന്നതിനും അമ്മ എനിക്ക് അവസരം നേടിത്തന്നു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്, അമ്മ എനിക്കൊരു മെഡിക്കൽ ഓഫീസറായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊരു ജോലി തരണമെന്ന് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ വന്ന മെഡിക്കൽ ഓഫീസർ ലിസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ ഉടമ്പടി നിബന്ധനകളിലൂടെ അല്ലായിരുന്നു, ഇടയ്ക്ക് മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിന് മുമ്പായിട്ട് തന്നെ മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് എൻ്റെ പരീക്ഷ റിസൾട്ട് വന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് താൽക്കാലികമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസൾട്ട് വന്ന ഉടനെ തന്നെ തരും. അത് മേടിച്ചുകൊണ്ട് പോയി ഞാൻ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് ഇൻ്റർവ്യൂവിന് പോയി. കൊല്ലത്തുനിന്ന് മേടിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്ത് പിറ്റേന്ന് പോയി. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് അവിടെ കോൺട്രാക്ട് ബേസിസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. അപ്പം ഞാൻ അവിടെ ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഞാൻ അവിടെ ജോലി ചെയ്ത് വരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കുന്നതിന് വന്നെങ്കിലും അന്ന് എന്തോ ഒരു സാങ്കേതിക തടസ്സം മൂലം എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ പുതുക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ കൊല്ലം മെയ് 28-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി പുതുക്കുകയും അന്ന് തൊട്ട് ഉടമ്പടിയിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി പാലിച്ചു പോകാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം 2019 ഞാൻ വന്ന് വെച്ചപ്പോൾ അടുത്ത നിയോഗമായിട്ട് 3 നിയോഗങ്ങൾ ഞാൻ പറഞ്ഞു. 4ാമത്തെ നിയോഗമായിട്ട് എൻ്റെ അനിയത്തിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി നൽകി അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. കാരണം അവൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം തുടരെ അബോർഷൻസ് വരികയാണ്. അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം കണ്ടിന്യൂസ് അബോർഷനായി. ഇടയ്ക്ക് ആദ്യത്തെ 2 പ്രാവശ്യം അബോർഷനായി കഴിഞ്ഞപ്പോൾ കുറേ കാലം കൺസീവ് ആവരുത് എന്നുള്ളൊരു അഡ്വൈസാണ് കൊടുത്തത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഇവർ കൺസീവ് ആവുകയും ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തിട്ട് കൺസീവ് ആവുകയും ചെയ്തെങ്കിലും അതും ഇതുപോലെ അബോർഷനായി പോവുകയാണ്. അപ്പോൾ ഒരു ജെനറ്റിക്കൽ ഇററായിട്ട് ഓൾമോസ്റ്റ് 3rd മന്ത് ആകുമ്പോഴത്തേക്ക് തനിയെ തന്നെ അബോർഷനായി പോകുന്ന ഒരു കണ്ടീഷനായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് മേളിൽ ഇരുന്ന് വിളിച്ചു അനിയത്തീനെ, മോളെ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്, നിൻ്റെ കാര്യം ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ആ ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ എടുത്തപടി എന്നോട് പറഞ്ഞു, വേണ്ട വെക്കണ്ട, ഇനി എൻ്റെ മനസ്സിലൊരു കുഞ്ഞെന്നുള്ള സ്വപ്നമില്ല, എനിക്കത് ടോർച്ചർ വീണ്ടും അബോർഷൻ വരുന്ന ആ ടോർച്ചർ എനിക്ക് താങ്ങാൻ വയ്യ, വേണ്ട മിൻ ചേച്ചി എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. പകരം പറ്റുമെങ്കിൽ ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് ഒരു വീടും സ്ഥലവും വാങ്ങുന്നതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം മിൻ ചേച്ചി ഉടമ്പടി നിയോഗമായിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം വേദന വന്നു. മാതാവേ, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണെങ്കിലും അവൾ പറഞ്ഞതിന് പ്രകാരം അവൾ പറഞ്ഞ കാര്യം മാത്രം വെച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ ആ നിയോഗം അവിടെ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നുമുണ്ട്. ആ ഒരു മനോവിഷമത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. എൻ്റെ അനിയത്തി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അവളുടെ ഭർത്താവ് ഗവൺമെൻറ് കോളേജ് ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇവർ 2 പേർക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും ഒരു 5-6 വർഷത്തോളമായി അവരൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഉടമ്പടി വെച്ച് കഴിഞ്ഞ വർഷം മെയ് 28-ന് ഇവിടുന്ന് ഉടമ്പടി വെച്ച് പോയി. ഒരാഴ്ച തികഞ്ഞില്ല, 10 ദിവസത്തിനുള്ളിൽ അവർക്ക് ഒരു വീടും ആ ഒരു ആഴ്ച അവസാനമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു വീട് സ്ഥലവും പോയി കാണുന്നതിനിടയാവുകയും അവർക്ക് ആ വീടും സ്ഥലവും ടോക്കൺ കൊടുത്ത് അവർക്ക് സ്വന്തമാക്കുന്നതിനും അത്ഭുതകരമായി സാധിച്ചു എന്ന് മാത്രമല്ല ആ ആഴ്ചയിൽ തന്നെ ഇവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ഈ ജനുവരി 21-ന് അവൾ ഒരു ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അതായത് ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് അവൾക്ക് 2ാമത്തെ കുഞ്ഞിനെ കിട്ടുന്നത്. പരിശുദ്ധ അമ്മയോട് എത്ര നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാ. ഈ 2 കാര്യങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിലാണ് നടക്കാതിരുന്ന കാര്യങ്ങൾ മാതാവ് നടത്തി തന്നത്. ആ നിയോഗം ഞാൻ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം, പരമാവധി അതിനോട് ആത്മാർത്ഥതയോടെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് മാതാവിൻ്റെ ഇടപെടൽ അത്ഭുതകരമായി ഉണ്ടാവുന്നു എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത്